ഉപവാസത്തിന്റെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ഊർജവും ആത്മീയതയുടെ ശക്തിയും നിറഞ്ഞ പുണ്യ റമദാൻ. ഈ പുണ്യമാസത്തിൽ ഏഷ്യ ബഹ്റൈൻ ഒരുക്കുന്നു ഷഹറുർ റഹ്മ. ഷഹറുർ റഹ്മ നിങ്ങൾക്കായി ഒരുക്കുന്നു നാച്ചോ ഫുഡ് പ്രൊഡക്ട്സ് റമദാൻ സ്പെഷ്യൽ ഓഫർ. സപ്പോർട്ടഡ് ബൈ അൽ ഹിലാൽ ഹെൽത്ത് കെയർ. അവൈലബിൾ, അഫോർഡബിൾ, ആക്സസിബിൾ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, റമദാൻ്റെ 26ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് രാത്രി നമ്മൾ 77ാം രാവിലേക്ക് പ്രവേശിക്കുകയാണ്. സാധാരണ രാവാണല്ലോ നമുക്ക് ആദ്യം വരിക, പിന്നീടാണ് പകൽ വരിക. കാരണം ചന്ദ്രനിൽ കൂടിയാണല്ലോ നമ്മുടെ കാൽക്കുലേഷനുകൾ മുഴുവനും. അപ്പോൾ ഇന്ന് രാത്രി 27ൻ്റെ രാത്രിയാണ്. എല്ലാവർക്കും അറിയാം, റമദാൻ്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഒരു ദിവസമായിരിക്കും ലൈലത്തുൽ ഖദറിൻ്റെ രാത്രി എന്നും. എന്നാൽ ഒരുപക്ഷെ മിക്കവാറും അത് 27ൻ്റെ അന്നായിരിക്കുമെന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഏതായാലും 27ൻ്റെ രാത്രിയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ഭർത്താവിനോട് ചോദിക്കാണ്, ഈ 27ൻ്റെ പവിത്രമായ രാത്രി 1000 മാസങ്ങളെക്കാളും അപ്രോക്സിമേറ്റ്ലി 30,000 ഡേയ്സ് പ്രാർത്ഥിച്ചാൽ അതിനേക്കാളും ഉത്തമമായ രാത്രിയിൽ ഞാനെന്ത് ചോദിക്കണം എന്ന് ഭർത്താവായ പ്രവാചകൻ ചോദിച്ചപ്പോൾ, പ്രവാചകനോട് ചോദിച്ചപ്പോൾ ഭാര്യയ്ക്ക് ഭർത്താവ് പറഞ്ഞു കൊടുത്തത്, ഖുലി അല്ലാഹുമ്മ ഇന്നക അഫൂവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പടച്ചവനെ, നീ ശിക്ഷിക്കേണ്ട ആളുകളെ മാപ്പ് കൊടുത്ത് രക്ഷിക്കുന്നവനാണ്, അങ്ങനെ രക്ഷിക്കുന്നതിനെ ഇഷ്ടപ്പെടുന്നവനുമാണ് നീ. അതുകൊണ്ട് എൻ്റെ പാപങ്ങളെ എൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി രക്ഷിക്കി എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞു കൊടുത്തത്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ഒഴിവാക്കേണ്ട ഏറ്റവും മുഖ്യമായ ഒന്നും ഏറ്റവും നേടിയെടുക്കേണ്ട ഒന്നും ഇതാണ്. ജീവിതത്തിൽ പാപങ്ങളില്ലാത്ത ജീവിതം ജീവിക്കുക, പാപത്തിൽ നിന്നും മോചിതനാവുക എന്നുള്ളതാണ് അഹം മതാലിബ് അറബി പറയും. കാരണം ഈ പാപങ്ങളാണ് മനുഷ്യനെ വേട്ടയാടുന്ന വസ്തു. ആരും മനസ്സിലാക്കരുത്, പാവമെന്ന് പറയുമ്പോൾ അത് മുസ്ലിമിനോട് മാത്രം ചെയ്യും. ജീവരാശികളോട് പോലും മൃഗങ്ങളോട് പോലും നമ്മൾ അനീതി ചെയ്താൽ, അതായത് ഒരു പക്ഷിയുടെ ബട്ടർഫ്ലൈൻ്റെ ചിറക് എടുത്തുകൊണ്ട് കളിച്ചാൽ നാളെ പടച്ച തമ്പുരാനോട് അത് പരാതിപ്പെടും. എൻ്റെ ജീവിതം കൊണ്ട് കളിച്ചവനാണെന്ന് പരാതിപ്പെടും എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം മതം. ആരും മനസ്സിലാക്കരുത്. അപ്പോൾ നമ്മളെ ജീവിതത്തിൽ പാപങ്ങൾ അത് ചുമന്നുകൊണ്ട് നടക്കരുത്. പാപങ്ങളുടെ ഭവിഷ്യത്ത് വലുതാണ്. അത് മനുഷ്യനെ വേട്ടയാടും. പ്രത്യേകിച്ച് മനുഷ്യരോട് ചെയ്ത പാപങ്ങൾ അത് ഈ ലോകത്ത് തന്നെ പകരം വീട്ടേണ്ടി വരും. ഏതായാലും പടച്ച തമ്പുരാൻ അവൻ്റെ സൃഷ്ടികളെ, മനുഷ്യരെ ശിക്ഷിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഈ പശ്ചാത്താപം എന്നുള്ളത് കണ്ണുമടച്ചുകൊണ്ട് പടച്ചവനെ നീ എന്നോട് പൊറുത്തുതാ എന്ന് പറഞ്ഞാൽ അത് പശ്ചാത്താപമാവില്ല. പശ്ചാത്താപം ഏറ്റവും കുറഞ്ഞത് 2 രീതിയിലാണ്. ഒന്ന്, പടച്ചവനിക്ക് ചെയ്യുന്ന പാപങ്ങൾ, നമസ്കാരത്തിൽ, നോമ്പ്, അത് പടച്ചവനിക്കുള്ളതാണ്. അത് ഡയറക്റ്റായിട്ട് അങ്ങ് ചോദിച്ചാൽ മതി, അതിൽ നിന്ന് മോചനം ലഭിക്കും. എന്നാൽ മനുഷ്യർക്ക് ചെയ്യുന്ന പാപങ്ങളോ, അടുത്ത വീട്ടുകാരനെ പള്ളു വിളിച്ചു, അടുത്ത വീട്ടുകാരനെ ഉപദ്രവിച്ചു, അവൻ്റെ അന്തസ്സിനെ നമ്മൾ കൈകാര്യം ചെയ്തു, എന്നിട്ട് പടച്ചവനേ നീ എനിക്ക് പുറത്തു താന്ന് പറഞ്ഞാൽ പടച്ചവൻ പുറത്തു തരില്ല എന്ന് പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു. ഇവിടെയാണ് നമ്മളുടെ വിഷയം. പാപമോചനം തേടുന്ന നമ്മൾ ഓരോരുത്തരും പടച്ച തമ്പുരാൻ്റെ വിഷയമാണോ? ഡയറക്റ്റായിട്ട് റബ്ബിനോട് ചോദിക്കുക, അവൻ പുറത്തു തരും. അതേ അവസരത്തിൽ അടുത്ത വീട്ടുകാരൻ്റെ അന്തസ്സിൽ കൈകാര്യം ചെയ്തു അവൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ അവനോട് മാപ്പ് ചോദിക്കുക. മാതാപിതാക്കളെ ഉപദ്രവിച്ചു എന്നിട്ടും പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ ഭാഷയിൽ ലഭിക്കില്ല. അപ്പോൾ ഈ നല്ല രാത്രികളിൽ പാപമോചനം തേടുമ്പോൾ
രണ്ട് രീതിയിലാണ് പാപമോചനത്തിൻ്റെ രീതി. മനുഷ്യർക്ക് ചെയ്യുന്ന തെറ്റുകൾ രണ്ടായിട്ട് നാം കണക്കാക്കണം. പടച്ചതമ്പുരാന് ചെയ്യുന്ന തെറ്റ് ഒന്നാണ്. പടച്ചതമ്പുരാനോട് ചോദിച്ചാൽ മതി. മനുഷ്യർക്ക് ചെയ്യുന്ന തെറ്റ് രണ്ടാണ്. ഭാര്യയെ പോലും ഉപദ്രവിച്ചാൽ അവൾ ഒരു ജീവരാശിയാണ്, അവൾ മാപ്പ് തരണം. അവൾ പടച്ചതമ്പുരാൻ്റെ സൃഷ്ടിയാണ്. ആ പടച്ചതമ്പുരാനോടും മാപ്പ് ചോദിക്കണം. ഇങ്ങനെ ജീവിതത്തിലുടനീളം ജീവരാശികളോട് ചെയ്യുന്ന തെറ്റിന് നീ രണ്ടായിട്ട് കണ്ടില്ലെങ്കിൽ നീ വിശ്വാസിയാവില്ല മോനെ. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ദൗത്യം. അത് ജീവിതത്തിൽ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ അവനെയും ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ലേ, ആദത്തിനെ പടച്ചതമ്പുരാനാണ് പടച്ചത്. ഇത് മനസ്സിലാക്കുമ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ, പാപത്തിന് ജാതിയില്ല, പാപത്തിന് മതമില്ല. മൃഗങ്ങളോട് പോലും അനീതി ചെയ്താൽ അത് അനീതി തന്നെയാണ്. അപ്പോൾ പാപമോചനം തേടുമ്പോൾ ജസ്റ്റ് റീകളക്ട് യുവർ സിൻസ്, ജസ്റ്റ് തിങ്ക് ഓഫ് യുവർ പാസ്റ്റ്. ഞാൻ ആർക്ക് എന്ത് ചെയ്തു? പടച്ചതമ്പുരാനാണോ? ഇടത്തിരുന്ന് ചോദിക്ക്. പടച്ചതമ്പുരാൻ അടുത്തു വന്ന് നിനക്ക് പാപമോചനം തരും. മനുഷ്യരാണോ ചെയ്തത്? തന്തയാണോ തള്ളയാണോ അടുത്ത വീട്ടുകാരനാണോ? അവരോട് നീ ചോദിക്കണം. പോരാ, അതിനുശേഷം പടച്ചതമ്പുരാനോട് ചോദിക്കണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, മനുഷ്യരോട് തെറ്റ് ചെയ്താൽ ഭയങ്കര പ്രയാസമായിരിക്കും, അതിൽ നിന്ന് ഊരിപ്പോരുക, സൂക്ഷിക്കുക. പടച്ചതമ്പുരാൻ തൗഫീക്കിന് തെരുമാറാകട്ടെ. ഈ നല്ല രാത്രികളിൽ അടുത്ത വീട്ടുകാർ, സ്നേഹിതന്മാർ, മാതാപിതാക്കൾ മനസ്സുകൊണ്ട് ഇഫ് യു ഫീൽ യു ആർ എ വിക്ടിം, അവരോട് റിഗ്രറ്റ് ചെയ്തുകൊണ്ട് പടച്ചവനോട് കൈനീട്ടുക. പടച്ചവൻ മാപ്പ് തരുമാറാകട്ടെ. ഈ രാത്രികൾ ലോകത്തിൻ്റെ ശാന്തിയുടെ രാത്രിയാവുമാകട്ടെ. റമദാൻ്റെ 27 ആശംസകളോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.